പൊതുജനാരോഗ്യ വിദഗ്ധൻ എസ് ലാൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ലാൽ, ഇത് ഒരു തുടർക്കഥയാവുകയാണ് ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണം. 6 ദിവസത്തിനിടെ ഇത് രണ്ടാമത്തെ മരണമാണ്. ജനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും ഏതൊക്കെ രീതിയിൽ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകണമെന്നാണ് താങ്കളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്? ഇത് സംഭവം നിർഭാഗ്യകരമാണ്. എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല, പക്ഷെ സംഭവം വളരെ നിർഭാഗ്യകരമാണ്. ഇത് ഭക്ഷ്യവിഷബാധ ലോകത്തെവിടെയും ഉണ്ടാകാം, പക്ഷെ അത് ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യങ്ങളിലുണ്ട്. അത് ഏറ്റവും കൂടുതൽ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് കേരളം. ഇന്ത്യയും കേരളവും സംസ്ഥാനവും അങ്ങനെയാണ്. പക്ഷെ ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ പല സ്വാധീനങ്ങളുടെ പുറത്ത് എവിടെയും റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ അവിടുത്തെ കൃത്യമായിട്ടുള്ള ആരോഗ്യത്തിന് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി പരിശോധനകളില്ലാത്ത ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളം പോലെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ വരികയും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടൂറിസം നടക്കുകയും നമ്മൾ തന്നെ ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഇതിന് കൃത്യമായ നിയമങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, പരിപാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തും. അപ്പൊ ഇതിനകത്ത് കോർപ്പറേഷനിലായാലും ആരോഗ്യ വകുപ്പിലായാലും പിന്നെ ഫുഡ് ഇൻസ്പെക്ടർമാരെന്നപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥർ, വലിയൊരു സൈന്യം തന്നെയുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റുകളുമുണ്ട്. അപ്പൊ ഇതിന്റെ പ്രവർത്തനക്ഷമതയുടെ പ്രശ്നമുണ്ട്. ഒരു മരണം ഉണ്ടാകുമ്പോൾ ഓടി നടന്ന് അന്വേഷിക്കേണ്ടത് ഇത് നിരന്തരമായിട്ട് വേണ്ട. നിരന്തരമായിട്ട് ഇതിന്റെ അന്വേഷണങ്ങളും ക്വാളിറ്റി ഉണ്ടാകുകയും ചെയ്യുക എന്നുള്ളൊരു ആവശ്യമാണ്. അതിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഈ കാണുന്നത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം വിളമ്പുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് സൂക്ഷിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഈ കാണിക്കുന്നത്. ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു റെസ്റ്റോറൻറ്റുകാരും വീട്ടിൽ ഈ മരണം ഉണ്ടാകുന്നില്ല. അപ്പൊ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം ലാൽ, എന്തായാലും ഇത്തരത്തിൽ പരിശോധനകൾ തുടർച്ചയായി കൊണ്ടുപോകാൻ ആരോഗ്യ വകുപ്പിനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? അതിന് മാത്രം ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ നമുക്കുണ്ടോ? ഇപ്പോൾ അറിയാം, മുക്കിനും മൂലയിലും ഒക്കെ ഇത്തരത്തിലുള്ള ഹോട്ടലുകളുണ്ട്, ചെറുകിട ഫാസ്റ്റ് ഫുഡ് സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധിക്കപ്പെടുക സാധ്യമാണോ? സംവിധാനമുണ്ട്. ഇപ്പൊ കേരളത്തിൽ പോലീസ് സംവിധാനമില്ലേ? ഒരു കൊലപാതകം ഉണ്ടാകുമ്പോഴാണോ പോലീസ് നമ്മൾ ആലോചിക്കുന്നത്? സ്ഥിരമായ കൊലപാതകങ്ങൾ നടക്കാതിരിക്കാനായിട്ട് ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ട്, അക്രമങ്ങൾ നടക്കാതിരിക്കാനുണ്ട്. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ വിഷം കലരാതിരിക്കാൻ സംവിധാനമുണ്ട്. അവിടെ ഇനി ആവശ്യത്തിന് സ്റ്റാഫില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് പരാജയമാണ്. ഒരു സംവിധാനം ഉണ്ടായിട്ട് അതിനകത്ത് സ്റ്റാഫ് ഇല്ലെങ്കിൽ അത് പരാജയമാണ്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഒരു അക്രമം ഉണ്ടാകുമ്പോഴല്ലേ പോലീസിനെ പറ്റി അന്വേഷിക്കുന്നത്. പോലീസ് ഉള്ളതുകൊണ്ടാണ് അക്രമം ഇല്ലാതിരിക്കുന്നത്. അതുപോലെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിന്റെ തുടക്കം തൊട്ടേ ഉണ്ട്. കേരള സംസ്ഥാനം ഉണ്ടാകുമ്പോഴേ ഉണ്ട് വളരെ ശക്തമായിട്ടുള്ള സംവിധാനമുണ്ട്. ഞാൻ ആരോഗ്യവകുപ്പ് പ്രവർത്തിച്ചൊരു ഡോക്ടറാണ്. അപ്പൊ ആ സംവിധാനങ്ങൾക്ക് പരാജയം ഉണ്ടാകുന്നെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് അവിടെ ഇവിടെ ഓടിച്ച് പിടിച്ചിട്ട് കാര്യമില്ല. ആ സംവിധാനത്തിന് എന്താണ്, സിസ്റ്റത്തിന് എന്താണ് തകരാറെന്ന് കണ്ടുപിടിക്കുകയും അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഹോട്ടലിൽ പരിശോധന നടത്തിയാൽ അവർ വീണ്ടും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടോ? വലിയ കടുത്ത നടപടി ഉണ്ടാവാതെ പോകുന്നു, അല്ലെങ്കിൽ ഈ പരിശോധന ഏതൊക്കെ ഹോട്ടലുകളിൽ നടന്നു? നമുക്കറിയാം 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഉൾപ്പെടെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല. ഏത് ഹോട്ടലിലാണ് ഇത്തരം ഭക്ഷണം പിടിച്ചെടുത്തത് എന്ന് പോലും അറിയാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ ഒരു ദൂഷ്യവശങ്ങളല്ലേ? അതിനകത്ത് ഒരുപാട് അഴിമതിയുണ്ട്. ഈ സംവിധാനത്തിന് തുറക്കുമ്പോൾ തൊട്ട് അഴിമതിയുള്ള ചരിത്രം എനിക്കറിയാം. ഇതിനകത്ത് പലപ്പോഴും ഇവരെ പരിശോധിക്കാൻ പോകുന്നതിനെ കൈക്കൂലി വാങ്ങിക്കാനായിട്ടാണ്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റും. അത് എല്ലാവരും അങ്ങനെ ഒന്നല്ല. പല സംവിധാനങ്ങളും പല ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരും കൈക്കൂലിക്ക് വേണ്ടിയിട്ടാണ് പരിശോധനയ്ക്ക് പോകുന്നത്. അപ്പോൾ കൈക്കൂലി കൊടുക്കുമ്പോൾ പരിശോധിക്കാൻ പോവുകയും ചെയ്യും. അതെല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ മാത്രമല്ല, അത് ആ മൊത്തത്തിലുള്ള കറക്ഷനിലൂടെ ശരിയാണ്. ഞാൻ പറയുന്നത് അതല്ല. ആരോഗ്യവകുപ്പിലും മറ്റ് സംവിധാനങ്ങളിലും ഇത് കൃത്യമായിട്ട് നടത്താനുള്ള സംവിധാനം. ഒരു റെസ്റ്റോറൻറ്റുകാരനെ ഒന്നും അല്ല, അല്ലെങ്കിൽ ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥനെ നില പണിഷ് ചെയ്യേണ്ടത്. ഈ സിസ്റ്റം നടക്കുന്നില്ലെങ്കിൽ ഇവിടെ ദിവസവും കൊലപാതകം നടന്നു കഴിഞ്ഞാൽ DGP അല്ലേ ഉത്തരവാദിയാകുക, അല്ലാതെ അവിടുത്തെ കോൺസ്റ്റബിൾ ആണ്. അപ്പൊ അതുപോലത്തെ അല്ലെങ്കിൽ അതിന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്വം പറ്റില്ല. അതുപോലെയാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ആ സംവിധാനം നടക്കുന്നില്ല. ആരോഗ്യ വകുപ്പിൽ നിന്ന് എന്ത് നടപടിയാണ് അടിയന്തരമായി സ്വീകരിക്കേണ്ടത്? ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ് 6 ദിവസത്തിനിടെ. ഒന്ന്, വളരെ കർശനമായിട്ട് നിയമം നടപ്പാക്കുന്നുവെന്ന് ബോധം വരണം. റെസ്റ്റോറൻറ്റുകാർക്ക് നാട്ടുകാർക്കൊക്കെ വരണം. അത് പ്രസ്താവനകളിലൂടെ അല്ല. പിന്നെ ഇതിനുള്ള സംവിധാനങ്ങളിൽ സ്റ്റാഫ് കുറവാണെങ്കിൽ അവരെ മുഴുവൻ, സ്റ്റാഫ് ഉണ്ടോ അതിനെപ്പറ്റി കൃത്യമായി എനിക്കറിയില്ല. സ്റ്റാഫ് ഇല്ലെങ്കിൽ അതിനെ നിയമിക്കണം, അല്ലെങ്കിൽ പാരലായിട്ട് അല്ലെങ്കിൽ
പകരം സംവിധാനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഇത്തരം റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളെയൊക്കെ അവരുടെ പൊതുയോഗം വിളിക്കുകയും അവരുടെ യോഗം വിളിക്കുകയും അവരെ കൊണ്ടും ഇതിനകത്ത് ഗവൺമെന്റ് എല്ലാ റെസ്റ്റോറൻറ്റും പോയി പരിശോധിക്കാൻ പറ്റില്ല, ആ പരിമിതിയുണ്ട്. പ്രാദേശികമായ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് കൂടാതെ സംസ്ഥാന തലത്തിൽ ഇത് വലിയൊരു ക്യാമ്പയിനായിട്ട് മാറ്റണം. ജനങ്ങൾക്കും അതിനുള്ള അവകാശം കൊടുക്കണം. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ, മെഡിക്കൽ കോളേജിന്റെ അവിടേക്ക് ഇന്ത്യൻ കോഫി ഹൗസിനകത്ത് അടുക്കളയ്ക്കകത്ത് പ്രവേശിക്കാം. ഇപ്പൊ എനിക്കറിയില്ല. ജനങ്ങൾക്ക് ഞാൻ വികസിത രാജ്യങ്ങൾ ഒരുപാട് ജീവിച്ചിട്ടുള്ള ആളാണ്. വൃത്തിയായിട്ട് പാകം ചെയ്യുന്നവരെ എല്ലാം നമ്മുടെ മുന്നിൽ വെച്ച പാകം ചെയ്യുന്നു. ജാപ്പനീസ് റെസ്റ്റോറൻറ്റുകൾ പോലുള്ള നമ്മുടെ മുന്നിൽ വെച്ച പാചകം ചെയ്യും. നമുക്കറിയാം എന്താ ഇടുന്നത്. റെസ്റ്റോറൻറ്റുകൾ മനുഷ്യനകത്ത് പോയി കയറാവുന്ന റെസ്റ്റോറൻറ്റുകളുടെ അടുക്കളയിൽ പോകാൻ പറ്റുന്ന സംവിധാനം അങ്ങനെ അനുവദിക്കാത്ത റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കാൻ സമ്മതിക്കരുത്. കസ്റ്റമറിന് റെസ്റ്റോറൻറ്റിന്റെ അകത്ത് വരെ പോകാൻ, അടുക്കള വരെ കാണാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കുക. അങ്ങനത്തെ ആ രീതിയിൽ ജനങ്ങളും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതല്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനം കൂടി വന്നതോടുകൂടി ഭക്ഷണം വീട്ടിലേക്ക് എത്തുകയാണ്. അത് ഏത് ഹോട്ടലിൽ നിന്നാണ് തങ്ങളുടെ മുന്നിലേക്ക് ഈ ഭക്ഷണം എത്തുന്നത് എന്ന് ഉപഭോക്താവിന് പോലും അറിയില്ല. ആ സാഹചര്യമാണ് ഉള്ളത്. ജനങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട ജാഗ്രത എന്താണ്? ജനങ്ങൾക്ക് അവബോധം ഉണ്ടാകണം. അതിനകത്താണ് യുവജന സംഘടനകൾക്ക് പ്രാധാന്യം വരേണ്ടത്. ഒരു സ്ഥലത്ത് മരണം ഉണ്ടാകുമ്പോൾ ആ റെസ്റ്റോറൻറ്റ് പോയി അടിച്ചു പൊളിക്കുകയല്ലേ വേണ്ട. അവരെല്ലാം തലേദിവസം അവിടെ ഉണ്ടായിരുന്നതല്ലേ. അപ്പൊ യുവജനങ്ങളുടെ സംഘടനകൾക്ക് പോലും ഇതിനു വേണ്ടി ഒരു ആർമി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു സന്നദ്ധ ആർമിയാണ് ഉദ്ദേശിച്ചത്. റെസ്റ്റോറൻറ്റുകൾ എന്തിനാ രഹസ്യമായിട്ട് പാചകം ചെയ്യുന്നത്? ഇപ്പൊ അടുക്കളകൾ പരസ്യമായി കാണാൻ പറ്റുന്ന സംവിധാനമാണെന്ന് ആ പ്രദേശത്തെ എല്ലാ യുവജന സംഘടനകളും തീരുമാനിക്കണം. നമ്മൾ മരണം ഉണ്ടാകുമ്പോൾ പോയി ഹോട്ടലിൽ തല്ലി വിളിച്ചൊരു കാര്യമുണ്ട്. ഇവരെല്ലാം തലേദിവസം അവിടെ ഉണ്ടായിരുന്നല്ലേ. ഞാനുൾപ്പെടെ എല്ലാവർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമില്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അത് ജനങ്ങളുടെ അവബോധം, പാചകം ചെയ്യുന്നത് എന്താണെന്ന്, എടുക്കുന്ന ഭക്ഷണം എന്താണെന്നും കാണാനായിട്ട് പല നാടുകളിലും അങ്ങനെയല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് ഇന്ന ഭക്ഷണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ. അതെന്നാണല്ലോ പിന്നെ കുക്ക് ചെയ്ത് വരുന്നത്. ഈ മനുഷ്യനെ സ്പോട്ടിൽ കൊന്നുകളയാവുന്ന ഒരുപാട് വിഷപദാർത്ഥങ്ങൾ ഭക്ഷണം നേരെ സൂക്ഷിച്ചതിലുണ്ടാവും. ശരി, തീർച്ചയായും ഡോക്ടർ എസ് ലാൽ, എന്തായാലും സംസ്ഥാനത്ത് കടുത്ത നടപടികൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നതാണ് വിദഗ്ധരും സൂചിപ്പിക്കുന്നത്.